എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒരു വമ്പൻ ആരാധകരുള്ള ഒരു SUV ആണ്. അതെ, മിത്സുബിഷി പജേറോ. 1991 ഈ വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത്. എന്നിട്ടും പല പേരുകളിലും പല ജനറേഷനുകളായിട്ട് ഈ വാഹനം വിറ്റഴിക്കപ്പെട്ടു. കൂടി ഈ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് മുഴുവനായിട്ടും അവസാനിപ്പിക്കപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു വാഹനം ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെയും ആഡംബരത്തിന്റെയും പ്രതീകമായിട്ടാണ് ആളുകൾ കാണുന്നത്. ഹാച്ച്ബാക്കുകളും സഡാൻ ടൈപ്പ് വാഹനങ്ങളും മാത്രം നിർമ്മിച്ചിരുന്ന മിത്സുബിഷി ആദ്യമായി നിരത്തിലിറക്കുന്ന ഒരു SUV വാഹനമാണ് നമ്മുടെ മിത്സുബിഷി പജേറോ. ഫോർച്യൂണർ എന്ന കൊല്ലകൊമ്പം ബ്രാൻഡുമായിട്ട് ഏറ്റുമുട്ടി പിടിച്ചു നിന്ന ഒരേ ഒരു SUV ആണ് നമ്മുടെ മിത്സുബിഷി പജേറോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ഇന്നും നിലകൊള്ളുന്നു. മിത്സുബിഷി കമ്പനിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ ലാൻസർ. മിത്സുബിഷി ഒരു റാലി റൈസിങ്ങിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു വാഹനമായിരുന്നു ലാൻസർ. അതുകൊണ്ട് തന്നെ മിത്സുബിഷി ആദ്യമായി ഇറക്കുന്ന ഈ ഒരു SUV വാഹനത്തിന് ഒരു റാലി റൈസിംഗ് പെഡിഗ്രി വേണമെന്നുള്ള ഒരേ ഒരു നിർബന്ധം മിത്സുബിഷിക്ക് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് 2012 മോഡല് പജേറോ സ്പോർട്ട് എഡിഷൻ വരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1,23,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 4x4 മാനുവൽ വരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനി അലോയ് വീൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പജേറോ സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ലാബിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോർട്ടി എഡീഷണലായിട്ടുള്ള ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോൾ നല്ലൊരു ലെതർ ടച്ച് വരുന്ന സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഡാഷ്ബോർഡ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 4x4 വാഹനം ആയതുകൊണ്ട് തന്നെ 2 ഗിയർ ലീവേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, ഇലക്ട്രിക് ആണ്. അതുപോലെ സീറ്റ്സും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. പിന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇനി ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ബാക്ക് സീറ്റ്സും അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ബാക്ക് സീറ്റ്സ് ആണ്. മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി നല്ലൊരു ഫാൻസി നമ്പറാണ് കേട്ടോ വരുന്നത്. ഈ ഒരു വാഹനത്തിന് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഈ വാഹനത്തിന്റെ പ്രൈസ് അല്ലേ അറിയേണ്ടത്. നമ്മൾ ഈ ഫോക്കസ് മോട്ടോഴ്സ് ഈ ഒരു വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 9,15,000 രൂപയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫോക്കസ് മോട്ടോഴ്സിന്റെ പേജ് ഇനിയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വാഹന ലോകത്ത് നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ആം സൈനിങ് ഓഫ്. താങ്ക് യു.